കോതമംഗലം ടൗണിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. JCBയുടെ സഹായത്തോടെ ഓടകളിലെ ചെളിയും മാലിന്യവും സത്വരമായി നീക്കം ചെയ്യും. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കിയുടെ നേതൃത്വത്തിലാണ് നടപടി. മഴക്കാലമായാൽ കോതമംഗലം ടൗണിൽ വെള്ളക്കെട്ട് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ പതിവാണ്. ഇതുമൂലം ഏറ്റവും ദുരിതം അനുഭവിക്കുന്നതാകട്ടെ വ്യാപാരികളും. ഇതിനൊരു പരിഹാരമായി ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നഗരസഭ അധികൃതർ നടപടികൾ ആരംഭിച്ചു. JCBയുടെ സഹായത്തോടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപത്തെ കടകളുടെ മുന്നിലെ കാനകളുടെ സ്ലാബ് ഉയർത്തി ചെളിയും മാലിന്യവും നീക്കം ചെയ്യുന്ന ജോലികളാണ് തുടങ്ങിയത്. കടയുടമകളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ശുചീകരണ ജോലികൾ നടത്തുന്നത്. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനൂപ് ജോർജ്, കൗൺസിലർ എൽദോസ് കീച്ചേരി, സലീം ചെറിയാൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, CDS ചെയർപേഴ്സൺ അമ്പിളി ശശാങ്കൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മഴ പെയ്യുമ്പോൾ അവിടെ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവിക്കുകയാണ്. ഈ വെള്ളം നമ്മുടെ ഓടകളിലൂടെ അത് കൃത്യമായിട്ട് ഒഴുകി പോകാനുള്ള സംവിധാനം കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായിട്ട് ഓട ക്ലീൻ ചെയ്യാതെ മണ്ണ് നിറഞ്ഞ് കിടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് പരിപൂർണമായിട്ട് ആ ഓടകളുടെ സ്ലാബെല്ലാം മാറ്റി നഗരസഭ നേരിട്ട് ജീവനക്കാരെ വെച്ചുകൊണ്ട് ആ മണ്ണെല്ലാം മാറ്റി വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോകുന്നുള്ള ക്രമീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രിയപ്പെട്ട വ്യാപാരികളും എല്ലാവരുടെ പരിപൂർണമായ സഹകരണത്തോടു കൂടിയാണ് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നഗരസഭാ കൗൺസിൽ മുന്നോട്ട് പോകുന്നത്. മീഡിയ 60 കോതമംഗലം.